വൈകുന്നേരം ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞാലേ വണ്ടി കയറി സിറ്റിയിലേക്ക് ഇറങ്ങണം, ഒരു നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്ത്. ഇനിയിപ്പോ പൈസ ഒന്നും വേണ്ടല്ലോ. അതല്ല, നമുക്ക് ഫ്രീ ഇതാണ്. അതുപോലെ തന്നെ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ KSRTC ഡെപ്പോയിലൊക്കെയുള്ള ബാത്റൂംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എവിടെ അതെന്തോന്നറിയോ തച്ചങ്കരി സാർ പറഞ്ഞ കാര്യം, അത് ശരിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്. അവർക്ക് അതൊഴിച്ചു ബാക്കി എല്ലാ പണിയും ഒരു ചെയ്യും. അല്ല, അത് ശരിക്കും നമ്മൾ ഇത്തിരി മോഡേണൈസ് ആവണം. ഇപ്പൊ വൈറ്റ്ല ഹബിൽ കാണുന്ന പോലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും അത് ആവണം. വൈറ്റ്ലയിൽ ഇപ്പൊ കുറെ കൂടെ മാഡം അതിനും വലിയൊരു പ്രശ്നം വരാൻ പോകുന്നു. ഇപ്പൊ ഞാൻ മുന്നേ അങ്ങ് പറയുക, ഇനി അതൊരു ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അതായത് നാഷണൽ ഹൈവേ റെഡിയായി വരുമല്ലോ, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പാഞ്ഞു പോകും. ഈ 10-450 കിലോമീറ്റർ ഓടുന്ന ഒരു മൂത്രപ്പുര പോലും വഴിയൊക്കെ ചിലപ്പോൾ കാണത്തില്ല. നമ്മളെ ഒരു ഗവൺമെന്റ് കേറുന്നേ ഉള്ളൂ, അതിനു മുമ്പ് അവരെ ക്രിട്ടിസൈസ് ചെയ്യാണ്ട് അവർക്ക് അവസരം കൊടുക്കുക, എന്നിട്ട് പറയാ തെറ്റ് വരുമ്പോ ആദ്യം ഇവര് പറഞ്ഞ് അയ്യോ അവരങ്ങനെ ചെയ്യില്ല എന്ന് ഇത് ചെയ്യരുത്, ആദ്യം അവർ ചെയ്യുമോ എന്ന് ആദ്യം നോക്കുക. ഇന്ന് മാത്രമല്ല, ഇന്നലെ മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം. മോഹൻലാൽ പറഞ്ഞതെന്നറിയോ ഇന്നലെ പറവൂരിൽ പറഞ്ഞത്? അതായത് ഒരു മുഖ്യമന്ത്രിയാവാൻ വേണ്ടി അഡ്വക്കേറ്റ് ദീപ്തി നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്, ഒരു നാട് മുഴുവൻ മുറവിളി നടത്തി ഒരാളെ മുഖ്യമന്ത്രിയാക്കിയ കഥയാണ് വി ഡി സതീശന്റേത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിരിച്ചു മുറവിളി കൂട്ടാതിരിക്കാൻ അദ്ദേഹം ഇടപെടണം. ഇല്ല, തീർച്ചയായിട്ടും നല്ല അവസരം കൊടുക്കാം. നമ്മൾ പ്രതീക്ഷിക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നല്ലൊരു ഭരണം? എല്ലാ മാസം 15 പ്രതീക്ഷിക്കാം.